ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കണ്ടീഷണൽ പ്രോബിലിറ്റി. ഇനി എന്താണ് കണ്ടീഷണൽ പ്രോബിലിറ്റി പറയുന്നത് നോക്കാം. നമ്മൾ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് കണ്ടീഷണൽ പ്രോബിലിറ്റി? ഒരു ബോക്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ ഒരു 5 റെഡ് ബോൾ ഉണ്ട്, അതേപോലെ 4 ബ്ലാക്ക് ബോൾ ഉണ്ട്, 3 യെല്ലോ ബോൾസ് ഉണ്ട്. ഇതിൽ ഒരു റെഡ് ബോൾ ഞാൻ ഡ്രോ ചെയ്തെന്ന് വിചാരിക്കാം. അല്ലെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വരും നമുക്ക്? അല്ലെ, ടോട്ടൽ ഇവിടെ തന്നെ 5 + 4 + 3 എന്ന് പറഞ്ഞാൽ 12 ടോട്ടൽ ബോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? അല്ലെ, 5/12 ആണ് ഇവിടെ വാല്യൂ. കാരണം എന്താ? അല്ലെ, എത്രയാണ് റെഡ് ബോൾ? നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 ആണ്. അല്ലെ, ടോട്ടൽ ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? അല്ലെ, 12 ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറഞ്ഞ വരുന്നത് അല്ലെ 5/12 ആണ്. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, ഞാൻ ഈ ബാഗിൽ നിന്ന് 2 ബോൾ ഞാൻ ഡ്രോ ചെയ്യാണ്. അല്ലെ, ഡ്രോ ചെയ്യാണ് 2 ബോൾ. അല്ലെ, ആ 2 ബോളിലെ ഫസ്റ്റ് ബോൾ റെഡ് ആണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാലോ പ്രോബിലിറ്റി ഓഫ് R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെഡിന് ഞാൻ കൊടുത്തു, എന്താണ്? R1 ആക്കി. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി ഓഫ് അല്ലെ R1 എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ 5/12. ഈ ഒരു കണ്ടീഷൻ പറയാണ്, ഫസ്റ്റ് ബോൾ റെഡ് ആയി. അല്ലെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോൾ ഡ്രോ ചെയ്യുമ്പോൾ അതും എന്തായിരിക്കണം? റെഡ് ആയിരിക്കും. അതിനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചു. ഓക്കെ, ഫസ്റ്റ് ഇവിടെ എന്താ പറഞ്ഞത്? അല്ലെ, ഇത് പറഞ്ഞ അല്ലെ R2 ഗിവൺ R1 ആണ് എന്ന് വെച്ചാൽ ഇതാണ്, ഇത് ഓൾറെഡി ഒക്കേർഡ് ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സ്ലാഷ് ഇട്ട ശേഷം ഇവിടെ R1 ചേർക്കുന്നത്. അല്ലെ, അപ്പൊ ഒരു കണ്ടീഷനും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി ഒക്കേർഡ് ആണ്, അതേപോലെ ഒരു കണ്ടീഷൻ കൂടിയാണ്. ഇവിടെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ബോൾ നമ്മൾ ഡ്രോ ചെയ്ത് എന്തായിരിക്കണം? അത് റെഡ് ആയിരിക്കണം. പിന്നെ ഡ്രോ ചെയ്ത് എന്തായിരിക്കണം? അഗൈൻ റെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക നമ്മള് അല്ലെ, ഒരു റെഡ് ഇവിടുന്ന് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ എത്ര റെഡ് ഉണ്ടാവുള്ളൂ? ഇനി ഇവിടെ 4 റെഡ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയായി മാറും? ഇവിടെ അല്ലെ 11 ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോബിലിറ്റി ചോദിച്ചത് അപ്പൊ എത്ര? 4/11 ആണ് ഇവിടെ പ്രോബിലിറ്റി. ഇവിടെ നോക്കുക, ഇങ്ങനെ വരുന്നതാണ് നമ്മളെ കണ്ടീഷണൽ പ്രോബിലിറ്റി. ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഒക്കേർ ചെയ്ത വരിക. അങ്ങനത്തെ നമ്മൾ പറഞ്ഞ പേരാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ പറയാം. എന്താ ഡെഫിനിഷൻ പറയുന്നത്? If A and B are 2 events associated with the same sample space of a random experiment, the conditional probability of the event A given that B has occurred, that is probability of A given B is given by event A given B has occurred എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് probability of A given B ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? probability of A given B equal to probability of A intersection B divided by probability of B ആയിരിക്കും. ഈ probability of B എന്തായിരിക്കണം? not equal to 0 ആയിരിക്കണം. ഈ തിരിച്ചു പറയുകയാണെങ്കിൽ കണ്ടീഷണൽ പ്രോബിലിറ്റി B given A ആണെങ്കിൽ എങ്ങനെ എഴുതാം? probability of B given A equal to probability of A intersection B divided by probability of A. അതെ, ഇവിടെ probability of A എന്തായിരിക്കണം? not equal to 0 ആയിരിക്കണം. അപ്പൊ കണ്ടീഷണൽ പ്രോബിലിറ്റി A given B എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് B given A ആണെങ്കിൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A ആയിരിക്കും. ഇനി അടുത്ത റിമാർക്ക് പറയുന്നതാണ് അല്ലെ, ഫോർ പ്രോബിലിറ്റി ഓഫ് B ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് A given B ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A ആയിരിക്കും. സെക്കൻഡ് റിമാർക്ക് എന്താണ്? പ്രോബിലിറ്റി ഓഫ് A given B ഈസ് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് B എന്തായിരിക്കണം? അല്ലെ 0 ആണ്. കാരണം എന്താ? പ്രോബിലിറ്റി ഓഫ് A given B ഈക്വൽ ടു എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B ആയിരിക്കും. അപ്പൊ B 0 ആയി കഴിഞ്ഞാൽ എന്താവും? പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. അപ്പൊ ഇതേപോലെ നമുക്ക് എന്തും പറയാം? പ്രോബിലിറ്റി ഓഫ് B given A അല്ലെ നോട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക? പ്രോബിലിറ്റി ഓഫ് A ഈക്വൽ ടു അത് 0 ആയിരിക്കും. കാരണം എന്താ? അല്ലെ, പ്രോബിലിറ്റി ഓഫ് B given A എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A ആണ്. അല്ലെ, പ്രോബിലിറ്റി ഓഫ് A 0 ആയി കഴിഞ്ഞാൽ എന്താവും? അല്ലെ, പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ 0 ആയിരിക്കും. അപ്പൊ നോട്ട് ഡിഫൈൻഡ് ആണെന്ന് പറയാം. ഈ അടുത്ത എന്താണ്? പ്രോബിലിറ്റി ഓഫ് B given B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അല്ലെ, അതേപോലെ നമുക്ക് പറയാം പ്രോബിലിറ്റി ഓഫ് A given A എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 ആയി. കാരണം എന്താ? പ്രോബിലിറ്റി ഓഫ് A given B ഈക്വൽ ടു നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B ആണ്. ഇനി A ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? B കൊടുക്കും. അല്ലെ, അപ്പൊ given B ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B. B ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, പ്രോബിലിറ്റി B എന്നെ വരിക,
പ്രോബിലിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി വാല്യൂ എത്രയായി 1 ആയിരിക്കും അല്ലെ. ഇതേപോലെ നമുക്ക് എന്ത് തെളിയിക്കാൻ പറ്റും? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ എ എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും അല്ലെ. അപ്പൊ ബിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? എ കൊടുത്താൽ മതി അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ആണ് ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു വാല്യൂ എത്ര ഏരിയ 1 ആണ്. ഇനി അടുത്ത കുറച്ച് തിയറംസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് തിയറം ഫോർ എനി ടു ഈവൻ എ ആൻഡ് ബി പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് എ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി അല്ലെ. അവിടെ എന്താ? പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. where probability of A given B and probability of B given A are the conditional probability of A and B respectively. ഇതിന്റെ പ്രൂഫ് നോക്കാം. Suppose the sample space is consist of n sample point of which NA are the favorable of the occurrence of A ആണ് and NB എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ are favorable of the occurrence of B ആണ്. ഈ let n AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി നമ്പർ ഓഫ് ഓക്കറൻസ് ഫേവറബിൾ ഇൻ കോമ്പൗണ്ട് ഈവന്റ് എ ഇന്റർസെക്ഷൻ ബി ആണ് അല്ലെ. n എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ ടോട്ടൽ നമ്പേഴ്സ് ആണ്. അതേപോലെ എ എന്ന ഇവന്റിലെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n a ആണ്. ഈ ബി എന്ന ഇവന്റിലെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n b ആണ്. അതെ എ ഇന്റർസെക്ഷൻ ബിയിലെ ടോട്ടൽ നമ്പേഴ്സ് എലമെന്റ്സ് എത്ര വരും? അല്ലെ n a b ആണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ n ഓഫ് എ ഡിവൈഡഡ് ബൈ n ഓഫ് s ആണ്. ഇവിടെ n ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അല്ലെ n a ആണ്. ഈ സാമ്പിൾ സ്പേസിൽ എത്ര ഉണ്ട്? n എലമെന്റ്സ്. ഇതാണ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ n a ഡിവൈഡഡ് ബൈ n. ഇനി പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ n ഓഫ് ബി ഡിവൈഡഡ് ബൈ n ഓഫ് s ആണ്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ബി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ n b ആണ്. സാമ്പിൾ സ്പേസിന് എണ്ണം n ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെ n ഓഫ് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ n ഓഫ് s ആണ്. ഇനി n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അല്ലെ എ n b ആണ് ബൈ എസ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എലമെന്റ്സ് n ആണ്. ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം എന്താണ് കണ്ടീഷൻസ്? അല്ലെ എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ് നമ്മുടെ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? n a b ആണ് അല്ലെ ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ n b ഡിവൈഡഡ് ബൈ n ആണ്. ഈക്വൽ ടു അല്ലെ n b ഡിവൈഡഡ് ബൈ n ഇൻറ്റു റെസിപ്രോക്കൽ അപ്പൊ n ഡിവൈഡഡ് ബൈ n b ആയി മാറും. ഈ n നും ക്യാൻസൽ ആയി പോയി. ബാക്കി ആരുണ്ടാവും? n a b ഡിവൈഡഡ് ബൈ n b ആയി മാറും. ഇനി അതേപോലെ എന്ന് പറയാം പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ n a b ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുമ്പോൾ അല്ലെ n a ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ n a b ഡിവൈഡഡ് ബൈ n ഇൻറ്റു അല്ലെ അത് റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്താവും? n ഡിവൈഡഡ് ബൈ n നും ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്താവും? അല്ലെ n a b ഡിവൈഡഡ് ബൈ n a ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? അല്ലെ n a b ഡിവൈഡഡ് ബൈ n ആണ്. ഇനി ഞാനൊന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് n a b ഇവിടെ എടുത്തെഴുതി അല്ലെ ബൈ n. ഇതിന്റെ താഴെ മോൾ എന്തായാലും ഗുണിച്ചു. ഒരു n a കൊണ്ടൊരു താഴെ മോളും ഗുണിച്ചു. ഈ n a ഇങ്ങോട്ട് മാറ്റി എഴുതി. അപ്പൊ എന്താ? n a b ഡിവൈഡഡ് ബൈ n a ഇൻറ്റു n a ഡിവൈഡഡ് ബൈ n. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാം അല്ലെ ഏതാണ്? അല്ലെ n a b ഡിവൈഡഡ് ബൈ n a എന്ന് പറയുമ്പോൾ ആരാണ്? പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ്. ഇനി n a ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പ്രോബിലിറ്റി ഓഫ് എ ആണ്. അപ്പൊ മാറ്റി ചെയ്ത് എങ്ങനെ വരും? ഈക്വൽ ടു അല്ലെ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ആണ്. ഒന്നുകൂടി അറേഞ്ച് ചെയ്യണമെങ്കിലും പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. ഇനി പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താണ്? നമുക്ക് ഇക്വേഷൻ അല്ല n a b ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ നമ്മൾ ബി ഗിവൺ എ എത്തിച്ചു. ഇനി ഇവിടെ എന്ത് ചെയ്തു? ഞാനൊരു അല്ല ബി ഉണ്ട് താഴെ മുകളിലും എന്ത് ഗുണിച്ചു. അപ്പൊ n b ഡിവൈഡഡ് ബൈ n p ഈക്വൽ ടു അല്ലെ ഈ n b ഇങ്ങോട്ട് കൊണ്ടു n ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തു. അപ്പൊ n a b ഡിവൈഡഡ് ബൈ അല്ലെ n b ഇൻറ്റു n b ഡിവൈഡഡ് ബൈ n ആക്കി.
ഈ NAB ഡിവൈഡഡ് ബൈ NB എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് അല്ലെ പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B ആണ്. അപ്പൊ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B ഇൻറ്റു ഇതെന്താണ് പ്രോബിലിറ്റി NB ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞാൽ ഏതാണ് പ്രോബിലിറ്റി ഓഫ് B ആണ് വരുന്നത് അല്ലെ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B ആയി മാറും. ഒന്നുകൂടി അറേഞ്ച് ചെയ്യാൻ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു അല്ലെ പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B ആണ്. അപ്പൊ therefore probability of A intersection B equal to എങ്ങനെ എഴുതാം probability of B given A into probability of A ആണ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം probability of A given B into probability of B ആണ്. അപ്പൊ ഇത് നമ്മൾ തിയറം പറയുന്നത്. അടുത്ത നോട്ട് എന്താണ് for 3 events A, B and C ആണെങ്കിൽ ഇങ്ങനെ probability of A intersection B intersection C ആണെങ്കിൽ probability of A given B intersection C into probability of B given C into probability of C ആണ്. Next theorem, if A and B are two independent events, probability of A intersection B equal to probability of A into probability of B ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് probability of A intersection B equal to probability of A into probability of B. ഏതിൽ Aയും Bയും ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ എന്താണ് വരുന്നത് probability of A intersection B equal to probability of A യും probability of B ആണ്. ഇതിന്റെ പ്രൂഫ് ആണ് എങ്ങനെ ഫോർ എനി ടു ഇവന്റ്സ് രണ്ട് ഇവന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തു ഏതൊക്കെയാണ് എയും ബിയും സെലക്ട് ചെയ്തു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ് ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നിർത്തി അപ്പൊ എന്താ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താവും പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ മാറ്റി ഇവിടെ തന്നിട്ടുണ്ടാണ് എയും ബിയും എന്താണ് രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും പ്രോബിലിറ്റി ഓഫ് ബി ആവും അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ എന്ത് വരും അല്ലെ എയും ബിയും ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ അവിടെ പ്രോബിലിറ്റി ഓഫ് എ ആണ് അപ്പൊ ഇവിടെ നോക്കി ഇവിടെ ഏതാണ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് അപ്പൊ അങ്ങനെ നമുക്ക് ഏതാ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു അല്ലെ എന്താവും പ്രോബിലിറ്റി ഓഫ് ബി ആണ് വരിക അപ്പൊ therefore പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ് കാരണം എന്താണ് എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ് ആവുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ബി ആണ് അടുത്ത നോട്ട് ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ് ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ആണ് ഈ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ബി ആണ് അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ് കാരണം നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്കറിയാം ഈ ടു ഇവന്റ്സിലെ എയും ബിയും എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് അങ്ങനെ എഴുതാൻ അറിയാം പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി അതാണ് നമ്മുടെ ഏരിയ അല്ലെ രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ് ഇതിനൊക്കെ ബേസ്ഡ് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് അല്ലെ നമ്മൾ തെളിയിക്കാൻ പറ്റുന്നതാണ് അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ബിന്റെ വാല്യൂ അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിയും അതിന്റെ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എയും ഡിവിഷൻ നടത്തിയിട്ടാണ് പറയുന്നത് നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് അറിയാം എന്താണ് ഇക്വേഷന് അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ് ഇതിനകത്ത് നമുക്ക് എന്ത് മാറ്റിയതാ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആക്കി മാറ്റിയതാ എന്ത് കിട്ടും അല്ലെ പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം ഇതേപോലെ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ് ഇതിനകത്ത് എങ്ങനെയാ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇതിന് ഇക്വേഷൻ 2 കൊടുക്കാം ഈ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 നകത്ത് നമുക്ക് എങ്ങനെ എഴുതാം പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് അല്ലെ A given B equal to probability of A into probability of B given A ആണ് ഇവിടെ നോക്കുക A by B ആണ് അല്ലെ probability of A by probability of B ആണ് അപ്പൊ എന്താ ഇവിടെ എങ്ങനെ probability of A divided by probability of B equal to അല്ലെ A നെ ഇവിടെ നിർത്തി
അല്ലെ ബിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, അതുപോലെ പ്രോബിലിറ്റി ബി ഗിവൺ എനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ്. അപ്പൊ ഇത് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. Second question, if A and B are two events such that probability of A equal to 1 by 3, probability of B equal to 1 by 4 and probability of A intersection B equal to 1 by 8, find probability of A given B. Second question, probability of A given B complement. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആരൊക്കെയാണല്ലേ, പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 by 3 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 by 4 ആണ്, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1 by 8 ആണ്. അതിൽ കാണാൻ പറഞ്ഞ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്, എത്രയാണ് 1 by 8 ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 by 4 ആണ്, ഈക്വൽ ടു 1 by 8 ഇൻറ്റു ഇതിനെ മേലോട്ട് പോകുമ്പോൾ 4 ആയി. അപ്പൊ എന്താ 4 by 8 എന്നാണ് എത്രയാണ് 1 by 2 ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി കോംപ്ലിമെന്റ് ആണ്. ഇപ്പൊ മാറ്റി നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്, ഈക്വൽ ടു അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇപ്പൊ എങ്ങനെ മാറ്റി എഴുതാം, പ്രോബിലിറ്റി ഓഫ് എ മൈനസ് എന്താണ് എ ഇന്റർസെക്ഷൻ ബി ആക്കി എഴുതാം, ഡിവൈഡഡ് ബൈ ഈ പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ആക്കി എഴുതാം. ഇതിനകത്തോട്ട് എന്ത് കൊണ്ടുപോവാം, പ്രോബിലിറ്റി. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഇതിൽ പ്രോബിലിറ്റി ഓഫ് എന്റെ വാല്യൂ അറിയാം, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിന്റെ വാല്യൂ അറിയാം, പ്രോബിലിറ്റി ഓഫ് ബിന്റെ വാല്യൂ അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഈക്വൽ ടു അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ആണ് 1 by 3 ആണ്, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1 by 8 ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 by 4 ആണ്. മുകളിലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും 8 minus 3 divided by 8 into 3 എന്നാണ് 24 divided by അല്ലെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4 minus 1 by 4 equal to 8 ന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ 5 by 24 ആയി, ഡിവൈഡഡ് ബൈ 4 ന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 3 by 4 equal to 5 by 24 into ഇതിന്റെ റെസിപ്രോക്കൽ 4 by 3 ആയി. ഒന്ന് ക്യാൻസൽ ചെയ്ത് പോയാൽ 24 4 ക്യാൻസൽ ചെയ്ത് പോയാൽ എന്താണ് 6 ആണ്. അപ്പൊ 5 by 6 into ഇവിടുത്തെ 3 ആയി. അപ്പൊ 5 by 18 ആണ് ഇതിന്റെ വാല്യൂ. ഇതിന്റെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി കോംപ്ലിമെന്റിന്റെ വാല്യൂ എത്രയാണ്, 5 by 18 ആണ്. Third question, let A and B are two events associated with an experiment and suppose probability of A equal to 0.5 while probability of A or B equal to 0.8. Let the probability of B equal to P. For what value of P are, first question, A and B are mutually exclusive. Second question, A and B independent. ഇവിടെ തന്നിങ്ങനെ അല്ലെ ഒരു പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ 0.5 ആണ്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് തന്നിട്ടുള്ളത്, അത്ര 0.8 ആണ്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട് പി ആണ്. അങ്ങനെ ഈ പിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. അതായത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ അകത്തും അതേപോലെ സെക്കൻഡ് ക്വസ്റ്റിന്റെ അകത്തും പിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ എയും ബിയും എന്താ പറഞ്ഞേ അല്ലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് അല്ലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാല്യൂ വരുന്നത് അല്ലെ 0 ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്താണ് 0 ആണ്. അപ്പൊ നമുക്ക് നേരെ ഉപയോഗിക്കാം. എന്താണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് നമ്മൾ അഡീഷൻ ചെയ്യണം അല്ലെ. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര 0.8 ആണ്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, എത്ര 0.5 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി ആണ്, ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഈ 0.5 ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്താ പി ഈക്വൽ ടു 0.8 മൈനസ് 0.5 ആയി, ഈക്വൽ ടു എത്രയായി 0.3. അപ്പൊ പി ഈക്വൽ ടു എത്രയായി 0.3 ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്കറിയാം എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന ഇക്വേഷൻ അറിയാം. എന്താണ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി അല്ലെ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 0.8, പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.5, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി അല്ലെ. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.5, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആണ്, ഈക്വൽ ടു അല്ലെ 0.5. ഇതിന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അല്ലെ പ്ലസ് 0.5 പി ആണ്. ഇനി 0.5 പി ഈക്വൽ ടു ഈ 0.5 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്താവും
0.8 മൈനസ് 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.38. അപ്പോൾ പി ഈക്വൽ ടു 0.3 ഡിവൈഡഡ് ബൈ 0.5 ആണ് അല്ലെ. അപ്പൊ 3/5 കിട്ടി അല്ലെ. 10 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്ത് 3/5. അപ്പൊ രണ്ടിന്റെയും പി നമ്മളെ വാല്യൂ കണ്ടെത്തി അല്ലെ. ഫസ്റ്റ് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ പിന്റെ വാല്യൂ 0.3 ആണ്. അതേപോലെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ പിന്റെ വാല്യൂ 3/5 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, if probability of A given B equal to 1/4, probability of B given A equal to 1/3, find probability of A divided by probability of B ആണ് അല്ലെ. ഇതിപ്പോ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് അല്ലെ. രണ്ടിന്റെയും വാല്യൂ നിന്ന് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ 1/4 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നാണ് 1/3 ആണ്. അപ്പൊ എന്താ 3/4 ആണ് ഇതിന്റെ വാല്യൂ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഗിവൺ പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1/3, പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 1/40 ആൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു 1/42. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. ഇവിടെ തന്നിട്ടുള്ള ആരൊക്കെയാണ്? പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് എന്താണ് 1/3 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/14 ആണ്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 1/42 ആണ്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. എന്താണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് എന്റെ വാല്യൂ 1/3 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/14 ആണ്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/3, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/14 ആണ്. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 പ്ലസ് 3/3 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ എത്ര വരും? 42 ആണ്. ഇത് മൾട്ടിപ്ലൈ 1/42 ഈക്വൽ ടു അല്ലെ 17/42 മൈനസ് 1/42. അപ്പൊ 16/42 എന്ന് പറഞ്ഞ വാല്യൂ എത്ര? 8/21 ആണ് വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് അല്ലെ. പി ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എ ബി ആക്കാം ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 1/42 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 14 ആണ് അല്ലെ. 1/14 ആണ് ഈക്വൽ ടു അല്ലെ 1/42 ഇൻറ്റു 14 എന്നാണ്. അപ്പൊ എന്താ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/21. എന്നിട്ട് സിംപ്ലിഫൈ 1/3. ഇതാണ് ഇതിന്റെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിന്റെ വാല്യൂ എന്നത് 1/3 ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.